Hey cuties, welcome to another episode of P16 Visheshalu. So today we are here with another vlog. നമ്മൾ ഇന്ന് കേരളത്തിൽ പോവാണ്. അപ്പോൾ പ്രീ വെഡിങ് ഷൂട്ട് പ്രമാണിച്ച് വി ആർ ഗോയിങ് ടു കേരള. സോ ഇറ്റ് ഇസ് എ 2 days ട്രിപ്പ്. ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ട്. അപ്പോൾ എറണാകുളം പോയി ഇറങ്ങി അവിടുന്ന് എൻ്റെ ഫിയാൻസി അവൻ്റെ കസിൻസും വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. ആൻഡ് വിൽ ഗോ ടു ഫോർട്ട് കൊച്ചി ആൻഡ് വിൽ ഹാവ് അവർ ഷൂട്ട് ദർ. അപ്പോൾ ഞാൻ ഈ വ്ളോഗിനകത്ത് നാട്ടിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളും പിന്നെ ഷൂട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാണിക്കുന്നതായിരിക്കും. ഐ എം നോട്ട് കീപ്പിംഗ് ഇറ്റ് ടു ഫോർമൽ. ഇൻഫോർമലി ഒരു നല്ല വ്ളോഗായിരിക്കും. മൊബൈൽ സൗണ്ട് വെച്ച് ഡാഡി വിളിക്കുമായിരിക്കും. ഞാൻ എൻ്റെ മൊബൈൽ പുറത്തിനാണ്. ഓക്കെ. പുലർച്ചെ 2:30 മണിയായപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ജിത്തുവിൻ്റെ കസിൻസ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തു. മൊയ്തൂസ് ഹെറിറ്റേജ് അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. നല്ലൊരു പ്രിറ്റി ഹോട്ടലായിരുന്നു. അവരുടെ തന്നെ റൂംസും വിത്ത് ഹോട്ടലാണ്. ഡൈനിങ്ങിനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. ഇറ്റ് വാസ് എ വെരി നൈസ് റൂം. നോർമൽ റൂം പോലെ തന്നെ നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. ഞാനും ഗിത്തുൻ മമ്മി നമ്മൾ 3 പേരാണ് വന്നത്. എന്നെ ഒറ്റയ്ക്ക് വിടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ 3 പേരും കൂടെ ഷൂട്ടിന് വന്നു. 2:30 നമ്മൾ എത്തിയത് കാരണം കുറച്ച് നേരം കടന്നുറങ്ങി. ഒരു 11:30 ആയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പം. പാലാരം റെസ്റ്റോറൻറ്റ് കൊച്ചിയിൽ. ഇറ്റ് ഈസ് വെരി വെരി നൈസ്. ഇഫ് യു ഹാവ് നോട്ട് ബീൻ ദർ പ്ലീസ് ഡു ഗോ. ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ ലുലു മോളിലോട്ട് പോയി. ഈ വീഡിയോയിൽ കൊടുത്ത സൗണ്ട് കട്ടായിപ്പോയി. സോ ഐ ഹാവ് ടു ഗിവ് വോയിസ് ഓവർ. അപ്പം നമ്മൾക്ക് ഷൂട്ട് വന്നിട്ട് ഈവനിങ് ആയിരുന്നു 5 o'clock. അപ്പോൾ രാവിലെ നമുക്ക് സമയമുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലുലു മോൾ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലുലു മോളും കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇറ്റ് ഇസ് സച്ച് എ വെരി 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 ബ്യൂട്ടിഫുൾ പ്ലേസ് ലുലു മോൾ. എനിക്ക് നല്ല ഇഷ്ടമായി. ലുലു മോൾ മാത്രമല്ല, കൊച്ചി ഇൻ ജനറൽ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ഇതുവരെ കൊച്ചിയിലോട്ട് പോയിട്ടില്ല. പക്ഷേ അന്ന് ഷൂട്ടിന് വേണ്ടി പോയിട്ട് ഇറ്റ് വാസ് ലൈക്ക് ലിറ്ററലി ഇറ്റ് ഫീൽസ് ലൈക്ക് സോ ഗുഡ്. നല്ലൊരു പോഷ് സിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയുടെ ഷൂട്ടും കഴിഞ്ഞ് നമ്മൾ ദേപുട്ടിലോട്ട് പോയി. ദേപുട്ടിൽ നമ്മൾ അഗൈൻ വി ഹാവ് നോട്ട് ട്രൈഡ് ദേപുട്ടിൻ്റെ പുട്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ഷൂട്ട് കഴിഞ്ഞിട്ട് ജിത്തുവിൻ്റെ അനിയൻ ശ്യാം പിന്നെ അവൻ്റെ കസിൻസ് 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും പുട്ട് കഴിക്കാൻ പോയി. അവിടെ എന്ത് തരം വെറൈറ്റിയാണ് ഉള്ളത്. ആ മെനു കണ്ടു കഴിഞ്ഞാൽ എന്തോ ഓർഡർ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വലിയ പുട്ട് ഫാനാണ്. അപ്പോൾ പിന്നെ പുട്ട് കണ്ടപ്പോഴത്തേന് എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിപ്പോയി. ദിസ് ഇസ് ഡേ 2. നമ്മുടെ ഡേ 2ൽ മോർണിംഗ് ഫ്രഞ്ച് കോളനിയിലായിരുന്നു നമ്മുടെ ഷൂട്ട്. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലൈക്ക് ഫ്രഞ്ച് സ്ട്രീറ്റ്സ് പോലെ കാണുമല്ലോ, പോണ്ടിച്ചേരി പോലെ ഫ്രഞ്ച് സ്ട്രീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓൾഡ് ആർബർ ഹോട്ടൽ, അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മളുടെ മോർണിംഗിൻ്റെ ഷൂട്ട്. പിന്നെ ഒന്ന് നല്ല സൺലൈറ്റ് വന്നപ്പം ക്യാമറമാൻ പറഞ്ഞു ഇനിയുള്ള ഷൂട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കാം, ബിക്കോസ് സൺലൈറ്റിൽ നല്ല വരില്ലല്ലോ. അങ്ങനെ നമ്മൾ കൊച്ചിയുടെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫെറിയിൽ കയറി. ദിസ് ഫെറി ഈസ് ലൈക്ക്, ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് കാർ ഇതിനകത്ത് കയറും എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്ത് നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് കയറിയിരിക്കുമ്പം നമുക്ക് ആ ഒരു റിവറല്ലല്ലോ, ആ ഒരു കടലിൻ്റെ ആ ഒരു വേവ്സ് കാരണം ഇറ്റ് ഈസ് ലൈക്ക് സോ സ്മൂത്ത്, നല്ല സൂതിങ് ആണ്. ഇപ്പം ഡയറക്റ്റായിട്ട് ഈ ഷിപ്പിലും ബോട്ടിലൊക്കെ പോകാൻ ഈ വാട്ടർ ഫോബിയൊക്കെ ഉള്ളവർ ഇങ്ങനെ ഇതുപോലത്തെ ഫെറിയിൽ കയറിയിട്ട് വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ ഫീൽ സ്കേഡ്. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയി. ലൈക്ക് ഫെറിയുടെ അപ്പുറത്ത് ചെന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഡയറക്റ്റ്. അപ്പം മമ്മിയും ജിത്തുവും കൂടി എന്തോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ആ ഒരു മെനുക്കകത്ത് അവരെന്തോ ഒരു ജ്യൂസോ എന്തോ ഒരു പേര് കണ്ടു. അപ്പം എവിടെയോ കണ്ടതായിട്ടും കുടിച്ചതായിട്ടും ജിത്തുൻ പറയുമ്പം അത് ഓർത്തെടുത്ത് മമ്മി പറയായിരുന്നു ജിത്തുവിനോട്. ഞാനും ജിത്തുവും ഒരു സൈഡ് ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ മമ്മിയും ഗിത്തുനും ബോറടിക്കത്തില്ലേ. അങ്ങനെ ഗിത്തുൻ മമ്മിയുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായി വീഡിയോ അതൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. 2 ദിവസം എങ്ങനെ പോയെന്ന് തന്നെ അറിയില്ല. ഇറ്റ് വാസ് ലൈക്ക് സോ ഫൺ. നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുത്തത്. അപ്പോഴത്തേന് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് കാരണം ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞു നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പം. പിന്നെ നമുക്കൊന്നും നോക്കാൻ പറ്റിയില്ല.
ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും റൂമിലെത്തി പാക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള ധൃതിയിലായിരുന്നു. ബട്ട് ഇൻ ഷോർട്ട് ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. കൊച്ചിയിൽ ഒന്നും കൂടിയല്ല, ഇനി പലതവണ പോകാൻ ഐ ആം റെഡി ബിക്കോസ് ഐ ആം എക്സ്ട്രീംലി ഇൻ ലവ് വിത്ത് ദാറ്റ് പ്ലേസ്. അപ്പം നമ്മൾ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെ ക്ലിപ്സ് ഞാൻ ഈ വീഡിയോക്കകത്ത് ഇടാം. I hope you all have enjoyed this small vlog. There are many more vlogs of the marriage and etc. coming up. Please stay tuned and subscribe to my channel.